ആ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന നേട്ടമാണ്. ഈ നേട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് പെണ്ണുങ്ങളെ ഗർഭവതിയായ പെണ്ണിനെ കാണാൻ പോകുന്നവർ പറയേണ്ടത്. അവിടെ പോയിട്ട് എന്താ മോളെ എന്റെ മുഖം നോക്കിയിട്ട് എന്താപ്പ എന്റെ സ്ഥിതി, അന്നെ എന്താപ്പ എന്റെ കാൽമിലേക്ക് ഇതെന്താ മോളെ നീരാണോ, ഇങ്ങനൊന്നും പേടിപ്പിക്കല്ല. അങ്ങനുണ്ട് ചില പെണ്ണുങ്ങളെ. ചില പെൺകുട്ടികൾ പാവം, അവര് കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, ഗർഭം ധരിച്ചിട്ടുണ്ടാവില്ല. ആ പെണ്ണുങ്ങൾക്ക് പിന്നെ ഒരു കല്യാണം വിട്ട് പോകാൻ പറ്റൂല, സർക്കാർ വിട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാല് സർക്കാർ ബ്ലോക്ക് ചെയ്തെന്നല്ല, സ്റ്റേ ഓർഡർ കൊണ്ടുവന്നല്ല അതിന്റെ മാന. പിന്നെന്താണ്, അവിടെ ഉണ്ടാവും കുറച്ചുമാര്, എന്താ മോളെ നിങ്ങൾക്ക് സ്ഥിതി, എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്, ഇത് കേൾക്കാൻ വയ്യ. ഞാന് അത് പെണ്ണുങ്ങളുടെ ഇടയിൽ പല കണക്കെടുപ്പ് നടത്തിയോ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഉണ്ട് എന്നുള്ള എന്റെ വിവരം കിട്ടിയ അനുസരിച്ച് ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ഇപ്പൊ പെണ്ണുങ്ങളോട് ബന്ധമുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പൊ സഹോദരിമാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ സമാധാനത്തിന്റെ വെള്ളരിപ്പാവുകളാകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ എത്ര സുന്ദരമായാണ് പഠിപ്പിച്ചത്. നമ്മളൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ആളുകളല്ലേ സഹോദരന്മാര്. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതാണ്. ഖുർആനിന്റെ സന്ദേശങ്ങളാണ്, മുത്തുനബി പഠിപ്പിച്ചെന്ന മെസ്സേജുകളാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ നോക്കി നിങ്ങൾ, പെണ്ണുങ്ങളൊക്കെ പഠിച്ചു വെക്കേണ്ട ആയത്ത സൂറത്തു ശൂറയില് 50-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാൻ കഴിയും. 49-50 ആയത്ത്. ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാഥാ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാഥാ വയജ്അലു മൻ യശാഉ അഖീമാ ഇന്നഹു അലീമുൻ ഖദീർ. ഈ ആകാശഭൂമി ലോകങ്ങളിലുള്ള സർവ്വ അധികാരങ്ങളും അല്ലാഹുവിനാണ്. ഇവിടെ 10 കുട്ടികളെ പ്രസവിക്കുന്നവരും 10 അല്ല 20-ഉം 25-ഉം ഒക്കെ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതും ഒരു കുഞ്ഞുങ്ങളെയും പ്രസവിക്കാത്തതും എല്ലാം അള്ളാഹുവിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. മനുഷ്യന്മാർക്ക് അതിൽ അധികാരമില്ല, സൃഷ്ടികൾക്ക് അതിൽ അധികാരമില്ല. ആന വരെ പ്രസവിക്കുന്നുണ്ടെങ്കിൽ ആനക്ക് അധികാരമില്ല. അത്തരം സ്ഥലങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന പെണ്ണുങ്ങളെ, സഹോദരന്മാരെ ചോദ്യശരങ്ങളെ കൊണ്ടോ മറ്റു ബുദ്ധിമുട്ടിക്കല്ല വേണ്ടത്. ചില പെണ്ണുങ്ങളൊക്കെ CBI പോലും വെല്ലുന്ന ഇന്റർവ്യൂ നടത്തുക. ചോദിച്ചിട്ടുണ്ട്, വിചാരണ ചെയ്തിട്ട് എന്താ ഇതിനൊക്കെ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അലാ ഉഅല്ലിമുക ബി അമലിൻ ഖഫീഫിൻ അൽ ബദനി തഖീലിൻ ഫിൽ മീസാൻ. ശരീരത്തിന്റെ മേലിൽ കനം കുറഞ്ഞതും മീസാനിൽ നാളെ തുലാസിൽ കനം കൂടിയതുമായ ചില കർമ്മം ഞാൻ പറഞ്ഞു തരട്ടെയോ? ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞു അതേ എനിക്ക് വേണം. നബി തങ്ങൾ പറഞ്ഞു, ഹുവ സുംതു വ ഹുസ്നുൽ ഖൽഖ് വ തർക്കു മാ ലാ യഅനീക. നിശബ്ദത പാലിക്കുക, സൽസ്വഭാവം. നിനക്ക് ആവശ്യമില്ലാത്തതിനെ കൈവെടിയുക, ആവശ്യമില്ലാത്തതിൽ മുഴുവനും ഇടപെടരുത്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട വസാരി ഇമാം അതിന്റെ വ്യാഖ്യാനം കൊടുത്താൻ, തതക്കല്ലമ ബി കലാമിൻ ലൗ സകത്താൻ ലം തസം വലം തസ്തദിർ ബിഹി ഫി ഹാരിൻ വലാ മആലിൻ. ഒരു സംസാരം നീ സംസാരിക്കലാണ്, ആവശ്യമില്ലാത്തതിൽ സംസാരിക്കാന്ന് പറയുന്നത്. ഏത് സംസാരമാണത്? ലൗ സകത്താൻ ലം തസം. അത് നീ പറഞ്ഞില്ലെങ്കിൽ നീ കുറ്റക്കാരനായില്ല. ഇപ്പോഴോ പിന്നീടോ അത് പറഞ്ഞില്ല എന്ന കാരണം കൊണ്ട് നിനക്ക് ബുദ്ധിമുട്ട് വരികയില്ല. ഇതാണ് ആവശ്യമില്ലാത്തത് എന്ന് പറയുന്നത്. അതിൽ നീ സംസാരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. തസ്അല ഗൈറക അമ്മാ ലാ യഅനീക ഫഅൻത ബിസ്സുആലി മുളയ്യിഉൻ വഖതക വഖദ് അൽജഅത സ്വാഹിബക ഇലം ബിൽ ജവാബി ലതളിയി. ചില ആളുകളുണ്ട് ആവശ്യമില്ലാത്ത അന്വേഷണം. എന്തിനാണ് അരിച്ചു പെറുക്കി അന്വേഷിക്കുന്നത്? ഫ്രിഡ്ജിൽ എന്ത് ഉണ്ട് എന്ന അന്വേഷണം, സ്റ്റോർ മുറിയിൽ എന്ത് ഉണ്ട് എന്ന അന്വേഷണം, ഭർത്താവിന് എത്ര ശമ്പളം കിട്ടുന്നു എന്ന അന്വേഷണം, ഭർത്താവ് നിന്നോട് എന്ത് പറഞ്ഞു എന്ന അന്വേഷണം, ഭർത്താവിന്റെ ജോലി എന്താണ് എന്ന അന്വേഷണം, ഭാര്യയുടെ
പ്ലസ് എത്രയുണ്ടെന്ന അന്വേഷണം. സുബ്ഹാനല്ലാഹ്, അന്വേഷണം പടികടന്ന് പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു അന്വേഷണം നടത്തൽ ഒരിക്കലും ഭൂഷണമല്ല. അന്തസ്അല ഗൈറക അമ്മാ